രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി നടി ഹണി റോസ്. രാഹുൽ ഈശ്വർ മാപ്പർഹിക്കുന്നില്ലെന്ന് ഹണി റോസ്. സൈബറിടത്തിൽ തനിക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണെന്നും ഹണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, എന്താണ് ഹണി റോസിന്റെ പരാതി? അതായത് അതിന് കഴിഞ്ഞ ദിവസം തന്നെ ഹണി റോസിന്റെ വസ്ത്രവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഈശ്വർ വലിയ വിമർശനം അവർക്കെതിരെ ഉയർത്തിയിരുന്നു. ഇതിൽ ഹണി റോസ് ഇന്നലെ തന്നെ രാഹുൽ ഈശ്വറിനെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുമാണ്. അതിനുശേഷം ഇന്ന് അല്പനേരം മുൻപാണ് രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുവെന്ന് ഹണി റോസ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായ നിയമോപദേശം തേടിയതിനു ശേഷമാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഹണി റോസ് പറയുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. അതായത് തനിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങൾ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുക അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഒരു ഓർഗനൈസ്ഡ് ക്രൈം അതായത് സംഘടിത കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരാളായി രാഹുൽ ഈശ്വർ മാറുന്നു എന്നുള്ളതാണ് ഹണി റോസിന്റെ പരാതി അല്ലെങ്കിൽ ആക്ഷേപം. അതായത് സംഘടിതമായി ഹണി റോസിനെ ആരൊക്കെ ആക്രമിക്കുന്നുണ്ടോ അതിനെല്ലാം പിന്നിൽ രാഹുൽ ഈശ്വർ ആണ് എന്നുള്ളതാണ് ഹണി റോസ് പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, മാധ്യമങ്ങൾക്കെതിരെ, തന്റെ മൗലികാവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ശ്രമങ്ങൾ എനിക്കെതിരായി വരുന്നു എന്നുള്ളതാണ് ഹണി റോസ് പറയുന്നത്. എന്റെ തൊഴിലിന് നേരെ വരുന്ന ഭീഷണികൾ, തൊഴിൽ നിഷേധ ഭീഷണികൾ, അപായ ഭീഷണികൾ, അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിന് പുറകിലും പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണെന്നും ഹണി റോസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് ഹണി റോസിനെതിരെ എന്തെല്ലാം രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം, ആ സംഘടിത കുറ്റകൃത്യങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വർ ആണെന്നുള്ള ഒരു ആക്ഷേപമാണ് ഹണി റോസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്കെതിരെ മോശം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുടെ PR ഏജൻസിയായി രാഹുൽ ഈശ്വർ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഹണി റോസിന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അല്പനേരം മുൻപ് അത് സംബന്ധിച്ച് ഹണി റോസ് ഒരു നവമാധ്യമത്തിലൂടെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു കുറിപ്പ് പുറത്തിട്ടിരിക്കുകയാണ്. ആതിര, ഇനി പിന്നാലെ തന്നെ ഈ കുറിപ്പ് പുറത്തിട്ടതിന് പിന്നാലെ തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് എന്ന് തന്നെയാണല്ലേ? അത് തന്നെ, തീർച്ചയായിട്ടും നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പരാതിയായി തന്നെ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കടക്കം പരാതിയായി തന്നെ ഹണി റോസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.